Konnichiwa minasan, welcome back to another video. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്ററുള്ള 1147ന്റെ ബ്രീഫ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് ആണ്. സ്പോയിലേഴ്സിന്റെ ടൈമിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് ഇനി മുതൽ ചൊവ്വാഴ്ച രാത്രികളിലായിരിക്കും സ്പോയിലേഴ്സ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ ഒക്കെ ചെയ്തു വരാനകത്ത് എങ്ങനെ പോലും രാവിലെ ആകും. കാര്യം ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞായിരിക്കും വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ പേജ് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. കാര്യം വൺ പീസിന്റെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ പേജ് അവർ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. കാര്യം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ നമുക്ക് ഇത്രയും പെട്ടെന്ന് ഒന്ന് 30Kയിലേക്ക് എത്താൻ സാധിക്കത്തുള്ളൂ. ഓൾമോസ്റ്റ് നമ്മൾ 30Kയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ചാപ്റ്റർ 1747ന്റെ പേര് തിങ്സ് ദാറ്റ് വി ഫിയർ എന്നാണ്. കറണ്ടാത്താട്ടെ നമ്മുടെ റൈസോ യാമറ്റോയ്ക്ക് ഫീഡ് ചെയ്യുന്നുണ്ട്. സംഭവം വേറൊന്നുമില്ല, അതൊരു ഗിഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഹൂഹുനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട്. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് എന്നാണ് തുടങ്ങുന്നത്. അതായത് നമ്മുടെ സോമേഴ്സ് സോളിനെ ഡിഫീറ്റ് ചെയ്തില്ലേ, അതിന് മുമ്പുള്ള ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. സോള് വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഈ ഗോഡ്സ് നൈറ്റ് എന്ന് പറയുന്നത് ഇമ്മോർട്ടലാണ്. അതുകൊണ്ട് തന്നെ അവരെ ഡിഫീറ്റ് ചെയ്യുന്നത് പറയുന്നത് ഭയങ്കര പാടായിട്ടുള്ള കാര്യമാണ്. സോ ചാൻസ് കിട്ടുന്നവരെ അവർ പാത്തിരുന്നിട്ട് ആ പിള്ളേരെ രക്ഷിക്കണമെന്നാണ് സോള് പറയുന്നത്. അത് കഴിയുമ്പോഴാണ് ഗുങ്കുവിനെ കാണിക്കുന്നത്. ഗുങ്കു ആയിട്ട് സ്ട്രോട്സിനെ എല്ലാവരും ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അപ്പോഴാണ് പുള്ളിക്കാരി ബ്രോക്കിനെ ശ്രദ്ധിക്കുന്നത്. ബ്രോക്ക് ആരാണ് എന്താണെന്ന് പുള്ളിക്കാരിക്ക് ആ ഒരു നിമിഷത്തിലാണ് മനസ്സിലാകുന്നത്. പക്ഷേ അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ മേത്ത് കാലെടുത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് അവളുടെ മ്യൂസിക് സ്ലേവ് ആകാൻ. എന്നാൽ ബ്രോക്ക് സമ്മതിക്കത്തില്ല. കാര്യം ബ്രോക്ക് പുള്ളിക്കാരൻ്റെ ലോയാലിറ്റി നമ്മുടെ ലൂഫിക്ക് കൊടുത്താണെന്നും പറഞ്ഞുകൊണ്ട് അത് സമ്മതിക്കത്തില്ല. ഇതേ സമയത്ത് ജിംബെ എങ്ങനെയെങ്കിലും ഗുങ്കോനെ നിന്ന് ഡിഫീറ്റ് ചെയ്യാനുള്ള ഒരു വഴി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്താണ് ഷോമേഴ്സ് ആ ഒരു അനൗൺസ്മെന്റ് നടത്തുന്നത്. പുള്ളിക്കാരൻ്റെ കയ്യിൽ 10 പിള്ളേരുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ ഗബാൻ്റെ കൊച്ചി. അത് മാത്രമല്ല അവരെ ഫ്രീ ചെയ്യാൻ അവൻ ഓക്കെയാണ്. പക്ഷേ അതിനായിട്ട് എൽബഫിലെ സ്കൂൾസും ലൈബ്രറീസും അത് മാത്രമല്ല ഗവൺമെന്റിന്റെ അടുക്കെ എൽബഫ് അവന്റെ ലോയാലിറ്റി സ്വയർ ചെയ്യണം. ചുരുക്കം പറഞ്ഞാൽ ഗവൺമെന്റിന്റെ അടിമകളായിട്ട് മാറണം. അതാണ് അവർ വെക്കുന്ന ആ ഒരു ഡിമാൻഡ്. അങ്ങനെ ചാപ്റ്റർ എൻഡ് ചെയ്യാൻ നേരത്ത് ഗബാനും റോബിനും ഒരു ഫൈറ്റ് വേണ്ടി പ്രിപ്പയർ ആയിട്ട് നിൽക്കുവാണ്. കാര്യം അവർ രണ്ടുപേരും ഇത് സമ്മതിക്കാൻ പോകുന്നില്ല. അങ്ങനെ അവർ രണ്ടുപേരും ഫൈറ്റിലേക്ക് ഇറങ്ങിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ്, ഇതൊരു ബ്രീഫ് ആയിട്ടുള്ള സ്പോയിലേഴ്സ് ആണ്. എല്ലാം ഒന്നും ഇതിനകത്തില്ല, വളരെ ചെറിയ ചെറിയ പോയിന്റ്സ് മാത്രമേ ഇടൂ. അതുകൊണ്ട് തന്നെ ഈ സ്പോയിലേഴ്സ് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചാപ്റ്റർ ജഡ്ജ് ചെയ്യാൻ പാടില്ല. ചാപ്റ്റർ റിലീസ് ആകുന്നിടത്ത് തന്നെ അതിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഇപ്പൊ തന്നെ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്.